SDP പിന്തുണ. ആർക്ക്? ശിവേണ്ണന് ഭയങ്കര സന്തോഷമായി. ശിവേണ്ണൻ ഇന്നലെ വലിയ സന്തോഷത്തിൽ ഐസ്ക്രീം കുടിക്കുന്നു, ശിവേണ്ണ ഓടുന്നു, ശിവേണ്ണൻ്റെ ആ ശരീരമൊക്കെ വെച്ചുകൊണ്ട് ശിവേണ്ണൻ ഡാൻസ് ചെയ്യുന്നു. നേരത്തെ മുണ്ടും മടക്കി കുത്തി അസംബ്ലിയിൽ ഡാൻസ് ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം വീണ്ടും ശിവേണ്ണൻ ഡാൻസ് ചെയ്യുന്നു. ആ ശിവേണ്ണൻ വേണ്ട പൊളിച്ചടുക്കി. പക്ഷേ അപ്പോഴാണ് ശിവേണ്ണൻ ഇന്ന് ട്രോള് മഴ. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അവിടെ നടന്ന SDP CPM സംഘടനത്തിൽ മരിച്ചുപോയ രക്തസാക്ഷികളെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിള്ളേരെ അലക്കി വെളുപ്പിക്കുകയാണ് ശിവേണ്ണന്. അത് പോട്ടെ, ശിവേണ്ണൻ നമ്മളെ ശിവേണ്ണയല്ലേ, ജയിക്കണമെങ്കിൽ ജയിച്ചു പോട്ടെ എന്നാണ് പലരും പറയുന്നത്. ഇതിനിടയിലാണ് SDP ആൾ മുത്താണ്. അവർ എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാന പ്രസിഡന്റ് തിരുവനന്തപുരത്ത് LDFന് പിന്തുണ കൊടുക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി UDFന് പിന്തുണ എവിടെ കൊടുക്കും? മഞ്ചേശ്വരത്ത് കൊടുക്കും. അപ്പോൾ തെക്ക് വടക്ക് ഞങ്ങൾ 2 മുന്നണിക്കാണ് കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. BJP എങ്ങനെയും തോൽപ്പിക്കണം എന്നുള്ളതാണ്, കോൺഗ്രസിനെ എങ്ങനെയും തോൽപ്പിക്കണം എന്നുള്ളതാണ്. ചിലയിടത്ത് വരുമ്പോൾ CPMന് എങ്ങനെയും തോൽപ്പിക്കണമെന്നാണ്. ഇങ്ങനെ എങ്ങനെയും തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് SDP പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ എടുക്കുന്നു. PDPയും ഇതേ സ്ട്രാറ്റജിയാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ LDFനാണ്, എന്നാൽ സെലക്ട് ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിൽ UDFനാണ്. ഉദാഹരണം മഞ്ചേശ്വരം അഷറഫിനാണ് കൊടുക്കുന്ന പിന്തുണ. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം, വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. അവർ എല്ലാവർക്കും കൊടുക്കുന്നില്ല. കൊടുക്കുകയാണെങ്കിൽ നേരെ കൊടുക്കും, വേറെ കഥയില്ല. നേരത്തെ അവർ UDFൻ്റെ കൂടെ നിന്നു, പിന്നെ LDFൻ്റെ കൂടെ നിന്നു, ഇപ്പോൾ വീണ്ടും UDFൻ്റെ കൂടെയാണ് വെൽഫെയർ പാർട്ടി നിൽക്കുന്നത്. അത് വേറൊരു കഥ. RSSൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായും പരസ്യമായും RSSൻ്റെ വോട്ട് CPMും കോൺഗ്രസും അഭ്യർത്ഥിക്കാറുണ്ട്. കോൺഗ്രസിൻ്റെ ബന്ധം കുറച്ചുകൂടി ഫൈമീകാമുക ബന്ധമാണ്, ഓപ്പണാണ്. CPM രാത്രി പരിപാടിയേ ഉള്ളൂ, അണ്ടർഗ്രൗണ്ട് പരിപാടിയാണ്, ഒളിച്ചിരുന്നുള്ള പരിപാടിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ കഴക്കൂട്ടത്ത് MV രാഘവൻ പണ്ട് മത്സരിച്ചപ്പോൾ അന്നത്തെ പാർട്ടിയുടെ നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ രഹസ്യമായി RSS നേതാവിനെ പിടിച്ച് വോട്ട് തരണം, രാഘവനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞതും ഇപ്പോൾ സുധാകരനെ തോൽപ്പിക്കാൻ RSSൻ്റെ സഹായം തേടുന്നതും ഒക്കെ ഒരേ തൂവൽ പക്ഷികളാണ്. CPMൻ്റെ അടവ് നയത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കോലീബി സഖ്യത്തിൽ കോൺഗ്രസ് ഉണ്ട്. ഡോക്ടർ മാധവൻകുട്ടിയെ മത്സരിച്ച വടകരയിലും രത്നസിംഗ് മത്സരിച്ച സ്ഥലങ്ങളിലുമൊക്കെ അവരുടെ കഥകളുമുണ്ട്. കോലീബി സഖ്യമുണ്ട്, കോൺഗ്രസ് ലീഗ് BJP സഖ്യവുമുണ്ട്. അപ്പോൾ കോലീബി സഖ്യമുണ്ട്, പിന്നെ ഇപ്പുറത്ത് RSS CPMൻ്റെ സഖ്യമുണ്ട്. RSSൻ്റെ പരിപാടിയിൽ സതീശൻ പോകുന്നു. CPMും RSSും ഒന്നിച്ച് തോളിൽ കൈയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നു. 77 ഉദുമയിൽ CPMൻ്റെ ഏരിയ സെക്രട്ടറിയാണ് KG മാരാരുടെ ബൂത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മണ്ഡല സെക്രട്ടറി. അതുപോലെ തന്നെ KG മാരാർ EMSന് ബാഡ്ജ് കുത്തി കൊടുക്കുന്നു. 77 ജനസംഘം എന്ന് പറയുന്ന സംവിധാനം, ജനതാ പാർട്ടി ചേർന്ന ജനസംഘം പ്രവർത്തകരെല്ലാം കൂടി പിണറായിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ പുക SDP തുടങ്ങി PDPയിലൂടെ ജമാഅത്ത് ഇസ്ലാമിയിലൂടെ കഴിഞ്ഞ 10-50 വർഷക്കാലമായി 2 മുന്നണികളും മാറി മാറി ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ വോട്ടും കുറേ പിടിക്കുന്നുണ്ട്. പക്ഷേ ആരും പരസ്യമായി സമ്മതിക്കില്ല. പരസ്യമായി നമ്മൾ പറയുന്നത് സോഷ്യലിസം, മതേതരത്വം, വർഗീയ വിരുദ്ധം. രഹസ്യമായി ഈ പറയുമ്പോഴും കൈ ഒരു കൈ പിറകിലിട്ടോളം വിട്ട് രഹസ്യമായ ബാന്ധവം ഉണ്ട്. ചിലയിടങ്ങളിൽ പരസ്യമായ ബാന്ധവവും നടക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ വളരെ രസകരമാണ്. ഇനി തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ യാതൊരു ശല്യമില്ല. തമിഴ്നാട്ടിൽ കോൺഗ്രസ്, CPM, SDPI, പിന്നെ DMK ഇവരെല്ലാം കൂടെ ഒരു മുന്നണിയിലാണ്. ഒരേ സ്ഥലത്ത് തന്നെ 4 കൊടിയും വച്ചിട്ടുണ്ട്. CPMൻ്റെയും കോൺഗ്രസിൻ്റെയും SDPയുടെയും കൊടി ഒന്നിച്ച് കെട്ടുന്നതിൽ അവിടെ പ്രശ്നമില്ല. ഇവിടെയാണ് ഏക വിഷയം. അതുകൊണ്ട് വളരെ രസകരമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടുകളാണ് കേരളത്തിൽ നടക്കുന്നത്. നല്ല രസക്കൂട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ കൂട്ടുകെട്ട്. അതുകൊണ്ട് തന്നെ BJPയും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പരിപാടികൾ അവർ ചെയ്യുന്നു. അവർ RSS അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് RSS വഴി മറ്റ് CPMനെയും കോൺഗ്രസിനെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നിങ്ങളുടെ പുറം ചൊറിയാം, നിങ്ങൾ എൻ്റെ പുറം ചൊറിയൂ എന്നുള്ള ഒരു തിയറി വെച്ചുകൊണ്ട് എല്ലാ പാർട്ടികളും തൊട്ടവനെ തൊട്ടു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് തൊട്ടു ഇങ്ങോട്ട് തൊട്ടു എന്നൊക്കെ പറഞ്ഞു തൊട്ടുകൂടായ്മ തീണ്ടായിക്കൂടായ്മ ആർക്കുമില്ല. എല്ലാവരും പരസ്പരം കൈവയ്ക്കുന്നു. നേരായ രൂപത്തിലും അന്തർധാരകളിലൂടെയും ഡീലുകളിലൂടെയുമൊക്കെ വലിയ പ്രോസസ്സാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
എന്തായാലും ശിവ അണ്ണൻ ഹാപ്പിയാണ്. SDP-യുടെ 4 വോട്ട് കൂടി കിട്ടും എന്നതാണ്. പക്ഷെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പറയും ഞങ്ങൾ ആരുടെയും വോട്ട് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ജനങ്ങളുടെ വോട്ടാണ് കിട്ടിയത്. നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം അണ്ണൻ SDP-യുടെ വോട്ട് വാങ്ങുക, PF-യുടെ വോട്ട് വാങ്ങുക. ജമാഅത്ത് ഇസ്ലാമി UDF-ൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവരുടെ വോട്ടും കൂടി ഇങ്ങോട്ട് പറഞ്ഞ് വാങ്ങിച്ചാൽ ഡീല് വെച്ച് ഒപ്പിക്കാൻ നോക്കുക. അങ്ങനെ പരമാവധി വോട്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെടാൻ അണ്ണന് കഴിയട്ടെ. അതനുസരിച്ച് ബാക്കി മണ്ഡലങ്ങളിലും ബാക്കി ജില്ലകളിലും നേമത്ത് തന്നെയും ഉണ്ടാകാവുന്ന മറ്റ് രാഷ്ട്രീയ ഉരുൾപൊട്ടലുകളും അന്തർനാടകങ്ങളും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു വശത്ത് മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നാൽ ഇപ്പുറത്ത് ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കുമോ, അതോ ഹിന്ദു വോട്ട് പല വഴിക്ക് പോകുമോ? അങ്ങനെ കൺസോൾട്ടേഷൻ നടന്നാൽ BJPക്ക് എന്ത് ഗുണം കിട്ടും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി തെരഞ്ഞെടുപ്പിന് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഒരു തൂക്ക് മന്ത്രിസഭയായാലും അത്ഭുതമില്ല. 3 മുതൽ 7 സീറ്റ് വരെ BJP പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു തൂക്ക് സഭ വരുമോ എന്നുള്ളതും ഇപ്പോഴത്തെ സർവേകളിലും ചർച്ചകളിലും കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു അജണ്ടയാണ്.